ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ നത്തിങ് ഫോൺ 3 കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നതെന്ന് കേട്ട ആ സമയം തൊട്ടേ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഇതിനെ ചുറ്റി. അതായത് 80,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത്. അതായത് 30,000 രൂപയ്ക്കൊക്കെ ഫോണുകളിൽ കാണുന്നൊരു പ്രോസസ്സർ വെച്ചുകൊണ്ടാണ് ഈ ഫോൺ 80,000 രൂപയ്ക്ക് നത്തിങ് ഇറക്കാൻ പോകുന്നത്, ഫ്ലാഗ്ഷിപ്പ് ഫോണെന്നും പറഞ്ഞുകൊണ്ട്. സോ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നത് ആ വില കാരണമോ. അത്രയും വലിയൊരു വിലയ്ക്ക് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ എന്തായാലും ഇന്ന് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് പരിശോധിക്കാം നത്തിങ് ഫോൺ 3ൽ എന്താണ് 80,000 ഉള്ളത്. സോ ആദ്യം നമുക്ക് ആ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ. നൈസായിട്ടുണ്ടോ, ബോക്സൊക്കെ അടിപൊളി തന്നെയാണ്. ഈ കാര്യമൊക്കെ പതിവായിട്ട് വരുന്ന ബോക്സ് അങ്ങനെ തന്നെയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തൊരു വൈറ്റ് ബോക്സ് ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു കേസ്. ആഹാ, കുറേ ഹോളുകളുള്ളൊരു കേസ്. 1 2 3 4 5 ഹോളുണ്ട്. പിന്നെ 2-3 വേറെ ചെറുത് മൈക്കിനൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും ഇതിലേക്ക് വരാം. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതിനകത്ത് കേബിൾ, ചാർജിങ് കേബിൾ ഉണ്ട്. ചാർജിങ് കേബിളിൻ്റെ അറ്റം ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അത് നന്നായിട്ടുണ്ടല്ലേ, നല്ല യൂണിക് ആയിട്ടുണ്ട്. പിന്നെ സിം ടൂൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഒരു സൈഡിൽ. അടുത്ത കമ്പാർട്ട്മെൻറ്റിലാണ് ഫോൺ ഇരിക്കുന്നത്. ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നത്തിങ് ഫോൺ 3. 3 ക്യാമറ, മെയിൻ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ, പെരിസ്കോപ്പിക് ലെൻസ്, അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെയാണ്. എന്തായാലും വിശദമായിട്ട് പറയാം. ബോക്സിൽ വേറെ ഒന്നും ഇല്ലാത്ത ബോക്സിൽ ഇത്രയേ ഉള്ളൂ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ ബോക്സിൻ്റെ പരിപാടി. അതവിടെ വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഫോണിലേക്ക് വിശദമായിട്ട് വരാം. നത്തിങ് ഫോൺ 3. ആദ്യം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് വളരെയധികം ചർച്ചാ വിഷയം. അതിന് പലർക്കും ഇഷ്ടപ്പെട്ടില്ല, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നത്തിങ് ഫോണിൻ്റെ മുൻപത്തെ ഡിസൈനുകൾ നമുക്കറിയാം, ഒക്കെ ഒരു യൂണിക്കായ ഡിഫറൻ്റായ ഡിസൈനിലാണ് കൊണ്ടുവരാറുള്ളത്. ഇത്തവണയും ഒരു ഡിഫറൻ്റായ ഐഡിയയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കാണുന്നു എന്നുള്ളതാണ് അവർ. നന്നായിട്ടുണ്ടല്ലേ. എന്നാൽ ഈ ക്യാമറ വലിച്ചു വാരിയിട്ട പോലെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിന് വരെ ഒരു അലൈൻമെൻറ്റിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തിട്ടില്ല, അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ അതും ഒരു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ, ഇത് തന്നെ ആയിരിക്കും അവർ പക്ഷേ അവരുടെ ഉദ്ദേശവും. എന്തായാലും സംഗതി ഇങ്ങനെയാണ്. ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിരിക്കുന്നത് കൂടാതെ ഈ ഡിസ്പ്ലേ, ഇതൊരു ഡിസ്പ്ലേ ആണ്. ഇതാ കണ്ടോ, ആ ഡിസ്പ്ലേയിൽ ഒരു കുപ്പി കിടന്ന് കറങ്ങുന്നേ. ഇതുപോലെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്കിവിടെ ക്ലോക്ക് വേണമെങ്കിൽ ക്ലോക്ക് വരുത്താൻ പറ്റും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇതിനൊരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോണിനകത്ത്. ആ സെക്ഷനിലുള്ള പല സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് വരുത്താൻ പറ്റും. അതായത് ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലിഫ് ടോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആ ലിസ്റ്റിലുള്ള സംഭവങ്ങളെല്ലാം ആ ഡിസ്പ്ലേയിൽ വരും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഉപയോഗിക്കാം. ക്ലോക്ക് ഉണ്ട്, ബാറ്ററി ഉണ്ട്, സ്പിൻ ബോട്ടിലുണ്ട്, ഗ്ലിഫ് മിറർ വരുന്നുണ്ട്, സോളാർ ക്ലോക്ക് വരുന്നുണ്ട്, റോക്ക് പെപ്പർ സിസേഴ്സ് എന്ന് പറയുന്ന ആ ഗെയിം സംഭവം അത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പക്ഷേ ഇതിനൊക്കെ ഒറ്റ കാര്യം വേണം, ഈ ഫോൺ കമഴ്ത്തി വെക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക. നിങ്ങൾ നിവർത്തി വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ യൂസ് അത്രയേ ഉള്ളൂ. അത് മുമ്പും ഈ ബാക്കിൽ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒറിജിനൽ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അത്രയൊന്നും യൂസ്ഫുൾ അല്ല ഇത്. എന്നാലും ഇതൊരു വെറൈറ്റി സംഭവമായിട്ട് കൊടുത്തു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ പറയാം. സംഗതി വെറൈറ്റി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. എന്തായാലും ഇങ്ങനെ ഒരു റൗണ്ടിൽ, ഇങ്ങനെ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾ കമഴ്ത്തി വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളും ആണ് താനും. ഇനി ഈ ഡിസ്പ്ലേയിൽ പല സംഭവങ്ങളും വർക്ക് ചെയ്യാൻ ഇവിടെ ഒരു ചെറിയ ബട്ടൺ, ഒരു കപ്പാസിറ്റീവ് ബട്ടൺ എന്ന് പറയാം. ഇങ്ങനെ തൊട്ടാൽ വർക്ക് ചെയ്യില്ല, ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷനോടുകൂടി അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മുകളിൽ ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ തെളിയും. ഞാനിത് ടേബിളിൽ കമഴ്ത്തി വെച്ചിട്ട് പ്രസ് ചെയ്ത് കാണിക്കാം. ബോട്ടിൽ വരും. എന്താണോ വേണ്ടത് നമുക്ക് ഒരു പ്രസ് ചെയ്താൽ അടുത്ത ഐറ്റംസ് ഇങ്ങനെ വരും. നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ആ ഐറ്റം വർക്ക് ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. സോ അതിനുള്ള ഒരു കപ്പാസിറ്റീവ് ബട്ടൺ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഡിസ്പ്ലേ. പിന്നെ നടുവിലൊരു ലൈറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ക്യാമറ, വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് മിന്നും. അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ആണ് നടക്കുന്നതെന്ന് അപ്പുറം നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാമറയുടെ സെക്ഷനിലുണ്ട് കേട്ടോ. സോ നിങ്ങൾക്കത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അറിയണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നല്ലതാണത്. കാരണം നമുക്ക് ഒരാൾ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ച ഉടനെ തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയാണ്ട് തന്നെ കിടന്ന് ആക്ഷൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. റെക്കോർഡായി നമുക്ക് കണ്ടുകൊണ്ട് ആക്ഷൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അതും യൂസ്ഫുള്ളായ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ താഴെ പതുപോലെയൊക്കെ തന്നെ ഡുവൽ നാനോ സിം, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, പിന്നെ എസെൻഷ്യൽ കീ കൊടുത്തിട്ടുണ്ട്. യൂസ്ഫുള്ളാണത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ സ്പീക്കർ ഗില്ല് മുകളിൽ, ലെഫ്റ്റ് സൈഡിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണുകളാണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ 5 ഹോൾ ഡിസ്പ്ലേ ആണ്. വളരെ സിമെട്രിക്കലായിട്ടുള്ള ബെസിസോട് കൂടിയ ഡിസ്പ്ലേ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. തിക്നെസ് 8.99 mm ആണ്. ഒട്ടും സ്ലിം ആയ ഫോണല്ല. iPhone 16 Pro Maxോ S24 Ultraയോ ഒക്കെ പോലെ തന്നെ നല്ല തിക്നെസ് ഉള്ള ഫോൺ തന്നെയാണ്. അതറിഞ്ഞിരിക്കുക. വെയിറ്റും ഒട്ടും തന്നെ കുറവല്ല. 218 ഗ്രാമാണ്. എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണിലും iPhone 16 Pro Maxിൻ്റെ ഒക്കെ റേഞ്ചിലുള്ള ഒരു വെയിറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഒരു വ്യത്യാസവുമില്ല. ഞാനിത് സൈഡ് ബൈ സൈഡ് കാണിക്കുമ്പോൾ ഐഫോണിനേക്കാൾ കുറച്ച് തടി കൂടുതലാണ് നമ്മുടെ നത്തിങ് ഫോണിന് വരുന്നത്.
ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം. സോ നല്ല തിക്നെസ്സും വെയിറ്റും ഒക്കെ ഉണ്ട്. ഒരു പക്കാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെയൊക്കെ വെയിറ്റ് കാര്യങ്ങളുണ്ട്, അത് അറിഞ്ഞിരിക്കുക. അത്ര കംഫർട്ട് അല്ല എന്നുള്ളത് അറിയാം, പക്ഷേ കുഴപ്പമൊന്നുമില്ല. വലിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. റിയർ സൈഡിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ്, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിൻ്റെ പെർഫോമൻസുകളിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഓവറോൾ നന്നായിരിക്കുന്നു ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഞാൻ മെയിനായിട്ടും ഈ 80,000 റേഞ്ചിലേക്ക് ഈ ഒരു പ്രോസറൊക്കെ വെച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നല്ലൊരു ക്യാമറ ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല ക്യാമറയാണ് കേട്ടോ. നമ്മൾ കണ്ടു നോക്കിയാൽ 50 മെഗാ പിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. അതുപോലെ ഡേ ലൈറ്റിലായാലും ഇൻഡോർ ലൈറ്റിലായാലും ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടിയത്. പിന്നെ ഇതിൽ പെരിസ്കോപ്പിക് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൂമിംഗ് ഒക്കെ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു പള്ളിയിലേക്കൊന്ന് സൂം ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് കണ്ടു നോക്കിയേ. അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. 3x ഒപ്റ്റിക്കൽ സൂം വരെ നമുക്ക് ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല 3x എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആണ്. 5x വേണം, എന്നാലാണ് ഒരു അടിപൊളി. എന്നാലും കുഴപ്പമില്ല, 3x കിട്ടുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട് ഫോട്ടോസ്. ബാക്കിയുള്ള ഇമേജ് സാമ്പിളുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വൈഡ് ആംഗിൾ അടക്കമുള്ള ഇമേജുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഫോട്ടോസ് എന്നെ സംബന്ധിച്ച് നന്നായിട്ടുണ്ടെന്നാണ് തോന്നിയത്. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. സോ ക്യാമറയുടെ കാര്യത്തിൽ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇല്ലേ, നിങ്ങൾ പറയൂ എങ്ങനെയാണെന്നുള്ള കാര്യം. സെൽഫി ക്യാമറ ഇമേജുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പല ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ എടുത്ത ഫോട്ടോസ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറയും. സോ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിക്കാണ് ഫോട്ടോസും കാര്യങ്ങളും ഈ ഫോണിൽ കിട്ടിയത്. വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 4K വീഡിയോ നമുക്ക് എല്ലാ ക്യാമറകളിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നല്ല വീഡിയോസാണ് കിട്ടുന്നത്. മൊത്തം ഞാൻ ഈ ഫോട്ടോസ് എല്ലാം കാണിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് നല്ല മഴക്കാറുള്ള ഒരു സിറ്റുവേഷൻ, മഴ പെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഭയങ്കര ബ്രൈറ്റായ സിറ്റുവേഷൻ അല്ല. ആ സിറ്റുവേഷനിലാണ് ഇത്രയും നന്നായിട്ട് ഈ സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത്, വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും. അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ ബ്രൈറ്റ്നസ് പോരായെന്നൊന്നും ചിന്തിക്കരുത്. അത് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ആണെന്നാണ് ടോട്ടലി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായത്തിലാണ് മൂല്യം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തത്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 mAh ബാറ്ററിയാണ്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 70-80 രൂപ റേഞ്ചിലെ ഫോണാണ്. ഇവിടെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡീസൻ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം S25 ആയാലും iPhone 16 ഒക്കെ ആയാലും ഇതിൻ്റെ പ്രൈസിൽ അവരാണ് വരുന്നത്. പ്രോ മാക്സ് ഒന്നും അല്ല, iPhone 16 പ്രോ മാക്സ് ഒന്നും അല്ല. അത് 1.5 ലക്ഷത്തിൻ്റെ അല്ലേ. ഇത് 16ൻ്റെ റേഞ്ച്, ഒരു 79-80 ആ റേഞ്ചിൽ ഉള്ള ഫോണാണ്. അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 25 വാട്ട് 45 വാട്ട് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ബെറ്ററായ ഫാസ്റ്റ് ചാർജിങ്ങും ബെറ്ററായ ബാറ്ററി സെറ്റപ്പ് ഉള്ള ഫോണാണ്. വിഷയമൊന്നുമില്ല, ബാറ്ററിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിടത്തോളം കൊണ്ട് സുഖമായിട്ട് ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, വിഷയമില്ല. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് ഉണ്ട്. 7.5 വാട്ടിൻ്റെ റിവേഴ്സ് വയേർഡ് ചാർജിംഗ് വരുന്നുണ്ട്. 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ ആണ്, വേറെ അപാകതകളൊന്നും തോന്നിയില്ല. LTPS ഡിസ്പ്ലേ ആണെന്നുള്ളത് മാത്രമാണ് ഇവിടെ വേണ്ടായിരുന്നു, കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നിയത്. അത് LTPO കൊടുക്കാമായിരുന്നു. LTPO ആകുമ്പോൾ 1 Hz വരെ താഴുന്ന സംവിധാനമുണ്ട്. ഇത് 30 Hz വരെ കണ്ട താഴെയുള്ളൂ. അത് LTPOS ഡിസ്പ്ലേയുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ്. LTPO ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, LTPS കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതേ പ്രൈസിലാണ് iPhone 16 ഒക്കെ നിൽക്കുന്നത്, ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 60 Hz ഡിസ്പ്ലേയും വെച്ചിട്ട്. അതുകൊണ്ട് വല്ലാണ്ട് കുറ്റം പറയാനൊന്നുമില്ല, എന്നാലും ഓക്കെ എന്ന് പറയാം. ഞാനിത് പറയുമ്പോൾ ഈ ഫോണിൽ ഓരോ ഘടകങ്ങൾ ഞാൻ പറയാറുണ്ട്, അതെല്ലാം അപ്പടി നല്ലതാണ്. നല്ല വെയിറ്റ് നെഗറ്റീവ് ഭാഗത്തിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും വിഷയമൊന്നുമില്ല. ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി. 10-bit ഡിസ്പ്ലേ ആണ്. 120 Hz അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. 1000 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. 2160 Hz PWM ഡിമ്മിങ്, 4500 പീക്ക് ബ്രൈറ്റ്നസ്, 1600 ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്, 800 ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ബ്രൈറ്റ്നസ്സിലൊന്നും വിഷയങ്ങളില്ല. ഓവറോൾ നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറാണ്. പ്രോസറിൽ വിഷയമൊന്നുമില്ല, നൈസായിട്ട് പെർഫോമൻസ് കിട്ടും, അടിപൊളിയാണ്. നമുക്ക് ഈ പ്രോസർ അത്യാവശ്യം ഗെയിം കളിക്കാനൊക്കെ ടോപ്പാണെന്ന് നമുക്കറിയാം. കാരണം 30,000 പോക്കോ F7 നമ്മൾ കണ്ടു കഴിഞ്ഞു, കിടിലം പെർഫോമൻസ് ആണത്. ആ പ്രൈസിന് കിടിലം പെർഫോമൻസ് ആണ്. പക്ഷേ ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഒക്കെ ആ ലെവലുണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും പോരാ. നമുക്കിവിടെ 8 പ്രോസർ പോലുള്ള കിടിലൻ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഫോണുകൾ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രധാന ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. എന്തുകൊണ്ട് 8s Gen 4 എന്ന് എനിക്കൊരു പിടിയില്ല. ഇതിൻ്റെ മറുപടി അദ്ദേഹം, ഇതിൻ്റെ തലതൊട്ടപ്പൻ കാൾപേ തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വാങ്ങിക്കുന്നവർ ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണോ, അല്ലെങ്കിൽ ആ പ്രോസസ്സറിനെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നാണോ അദ്ദേഹം പറയുന്നത് എന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അറിയണം. കാരണം ഞാൻ മാത്രമല്ല, എല്ലാവരും ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും. കാൾവേ മറുപടിയുമായിട്ട് വരുമെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം. എന്തായാലും ഇതിൽ യൂസ് ചെയ്യുമ്പോഴേക്ക് വേറെ യാതൊരു വിഷയമില്ല. വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് നത്തിങ് OS ഓൾറെഡി ആ കാര്യത്തിൽ അടിപൊളിയാണെന്ന് നമുക്കറിയാം. ഇവിടെ യാതൊരു വിഷയമില്ലാണ്ട് നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ ഒരുപാട് എസെൻഷ്യൽ കീബോർഡുള്ള ഫീച്ചറുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് ഉണ്ട്.
ഒരു ഇഷ്യൂസും ഇല്ലാതെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ LPDDR5X RAM ആണ് വരുന്നത്, UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ 12 GB RAM വേരിയൻറ്റ്, അതുപോലെ 16 GB RAM വേരിയൻറ്റ്, 2 വേരിയൻറ്റുകളിൽ വരുന്നുണ്ട്. സോ ഓവറോൾ സംഗതി അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും പറഞ്ഞ പോലെ പെർഫോമൻസ് ഈ റേഞ്ചിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. പിന്നെ ഇതിലെ മറ്റ് ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ എസെൻഷ്യൽ കീ ആണ് മെയിൻ ഫീച്ചർ. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് എന്തായാലും അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് പോലതായി എടുത്ത് സേവ് ചെയ്യാൻ ഇതിന് കഴിയും. നമുക്ക് ഭാവിയിലേക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാനും കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിൽ വരുന്ന മറ്റു കാര്യങ്ങൾ Wi-Fi 7 ആണ്, Bluetooth 6 ആണ്, 4x4 മിമോ ടെക്നോളജി ഉണ്ട്. സോ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആ ഭാഗത്തൊന്നും ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല, അതൊക്കെ ടോപ്പ് ലെവലിൽ കൊടുത്ത്. നത്തിങ് OS 3.5 ആണ് വരുന്നത്, Android 15 ബേസ്ഡ് ആണ്. 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ 5-6 വർഷമൊക്കെ നൈസായിട്ട് കൊണ്ടുവന്നത് ഉപയോഗിക്കാം. ഇവരെ വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി നല്ല ഒപ്റ്റിമൈസ്ഡായ സ്മൂത്തായ ഒരു UI ആണ്. ഇത് 5-6 വർഷം കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ട് നടക്കാം, ഇത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഒരു അൺബോക്സ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇത്രയും ഈ ഫോണുള്ളൂ. ഈ ഫോണിന് 80,000 രൂപയാണ് വില. ചിലപ്പോൾ ബാങ്ക് ഓഫർ അടക്കം നിങ്ങൾക്ക് 75,000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. സോ ഈ ഒരു ഫോൺ നമ്മളിപ്പോൾ ടോട്ടലി ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിനെക്കുറിച്ചാണ് പറയുകയാണെങ്കിൽ തന്നെ ഇനി വേണമെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നിട്ട്. ഇതിൽ നമുക്ക് ടൈമർ വെക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇതിനകത്ത് ക്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. കോൾ വരുമ്പോൾ നമുക്കതിൽ പല നോട്ടിഫിക്കേഷനുകൾ, കോൾ മാത്രമല്ല ഇതിന് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അത് ഇങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നല്ലാതെ വേറെ ഇപ്പം എന്താ പറയുക. ഫോൺ അടിപൊളിയായിട്ടുണ്ടോ മൊത്തത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിന് യാതൊരു അപാകതയും ഇല്ല, സംഭവം അടിപൊളിയാണ്. പക്ഷേ 80,000 രൂപയ്ക്കുള്ളതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ മാത്രമാണ് എനിക്ക് മറുപടി ഇല്ലാത്തത്. അതിൻ്റെ മറുപടി നിങ്ങളാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. നത്തിങ്ങിന് എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ അതോ 80 രൂപയ്ക്ക് നിങ്ങളിത് വാങ്ങിക്കും? എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗെയിമറൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഈ പ്രോസസ്സർ ഓക്കെ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ എടുക്കും, എനിക്ക് താല്പര്യമായെങ്കിൽ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ. എനിക്ക് ആവശ്യം ഇപ്പോഴേക്കില്ലാത്തതുകൊണ്ട് പിന്നെ കയ്യിൽ സാധനം ഇരിക്കുന്നതുകൊണ്ടും എനിക്ക് കുഴപ്പമില്ല. സംഭവം നന്നായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ, മോശമൊന്നും പറയാനില്ല. കാരണം ഇതിനെ കുറ്റം പറയാനില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഭാഗത്തും ഇതിനെ കുറ്റം പറയാനൊന്നുമില്ല, സംഭവം സെറ്റപ്പാണ്. പക്ഷേ കുറേ അധികം AI ഫീച്ചേഴ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ ഇതുവരെയായിട്ട് ഇതിൽ കാണാത്തതെന്നാണ്. ഇനി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, നോക്കട്ടെ. ഒന്ന് ഉപയോഗിച്ച് വിശദമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ, ഒരു അൺബോക്സിംഗ് ഇഷ്ടം പ്രശ്നമായിട്ട് ഇത് കണ്ടാൽ മതി നിങ്ങൾ. ഞാനൊന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് ഇത് എവിടം കൊണ്ടാണ് എന്താണ് എന്നുള്ളതൊന്ന് പഠിച്ചിട്ട് ഒരു യൂസ്ഡ് റിവ്യൂ ആയിട്ട് വരാം. തൽക്കാലം ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ കണ്ടുള്ളൂ. എന്തായാലും വീഡിയോകളൊക്കെ വന്നു കഴിയുമ്പോൾ കാൽപ്പേ എന്തെങ്കിലും എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിടികിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ യൂസ്ഡ് റിവ്യൂവിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നത്തിങ് ഫോൺ 3. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.